സൗകര്യങ്ങളും ഇല്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ മരത്തിന്റെ പഴങ്ങൾ മാത്രം തന്നെയാണ് അവർക്ക് അന്ന് ഭക്ഷിക്കാനുണ്ടായിരുന്നത്. ഇനി ധാന്യങ്ങൾ എടുത്ത് ഭക്ഷിക്കാൻ എന്ന് വെച്ചാൽ ഗോതമ്പ് എടുത്താൽ അത് തൊലിക്കാൻ സംവിധാനമില്ല, കുത്താനുള്ള ഒരലോ ഒലക്കിയൊന്നുമില്ല. അപ്പൊ അവരുടെ ആദ്യകാലത്തെ ഭക്ഷണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത് തന്നെയാണ്, ഈ പഴങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ എടുത്തു നോക്കിയാലും ഒരുപാട് പഴങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് വേണ്ട പഴങ്ങൾ ആ ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ചില പഴങ്ങളൊക്കെ എടുത്ത് എണ്ണിയിട്ടുണ്ട്. ആ എണ്ണിയിൽപ്പെട്ടതാണ് മുന്തിരി, റുമ്മാൻ, ഈത്തപ്പഴം ഒക്കെ. ഈത്തപ്പഴമാണ് ഏറ്റവും കൂടുതൽ ഭാഗത്ത് എണ്ണിയിട്ടുള്ളത്. 20 സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ ഈത്തപ്പഴത്തെ കുറിച്ച് എണ്ണിയിട്ടുണ്ട്, ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈത്തപ്പഴം, അതുപോലെ തന്നെ ഈത്തത്തടി, ഇതൊക്കെ ഖുർആൻ പല സ്ഥലത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഈത്തപ്പഴത്തിന് മറ്റ് പഴങ്ങളിൽ നിന്നുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമികമായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരു ഈത്തപ്പഴത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ഉജുവ മിനൽ ജന്ന എന്ന് പറഞ്ഞു. ഉജു നിങ്ങൾക്ക് കാണാം, ഉജുവ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴക്ക് ഇവിടെ പ്രദർശനത്തിൽ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അൽ ഉജുവ എന്ന് പറയുന്ന ഇനം ഈത്തപ്പഴം സ്വർഗത്തിൽ നിന്നുള്ളതാണെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വർഗത്തിൽ നിന്നുള്ള ഒരു പഴമാണ് അത് എന്ന് പറയുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു പഴം ഇത്രമാത്രം മഹത്വം നമ്മുടെ കാഴ്ചപ്പാടിലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ റസൂലിന്റെ ഹദീസിലും ഖുർആനിലുമൊക്കെ ഇത്രമാത്രം പ്രതിപാദ്യ വിഷയമായിട്ടുണ്ടെങ്കിൽ, ഈ ഈത്തപ്പഴം എന്താണ് എന്ന് പഠിക്കാനുള്ള ഒരു സാമാന്യ കടമ നമുക്കൊക്കെ ഉണ്ട്, ഇസ്ലാം പ്രാധാന്യം കൽപ്പിച്ചതുകൊണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യുക്തി വെച്ച് ഒരാള് തർക്കിച്ചു, ഒരാശയം മുന്നോട്ട് വെച്ചു. എന്തായിരുന്നു അതെന്ന് വെച്ചാൽ, ഈത്തപ്പഴം, കാരക്ക അറബ് രാജ്യങ്ങളിലുള്ള പ്രധാന ഭക്ഷ്യവസ്തു ആയതുകൊണ്ടാണ് അതുകൊണ്ട് നോമ്പ് തുറക്കൽ സുന്നത്താക്കി പ്രവാചകർ കൽപ്പിച്ചത്. അത് പ്രവാചകർ ജീവിച്ചത് കേരളത്തിലായിരുന്നു എങ്കിൽ തേങ്ങ കൊണ്ട് നോമ്പ് തുറക്കാൻ പറയുമായിരുന്നു എന്ന് ഒരു യുക്തിവാദിയായ പണ്ഡിതൻ പറഞ്ഞതാണ്. കേരളത്തിലായിരുന്നു പ്രവാചകർ ജീവിച്ചിരുന്നു എങ്കിൽ ഇവിടുത്തെ പ്രധാന ഫലമായ തേങ്ങ, നമുക്കറിയാലോ കേരളം എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ നാടാണ്. അപ്പൊ തേങ്ങ കൊണ്ട് നോമ്പ് തുറക്കാൻ പറയുമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. പക്ഷെ തേങ്ങ കൊണ്ട് നോമ്പ് തുറന്നാൽ, ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നാൽ കിട്ടുന്ന ഗുണം ഒരിക്കലും കിട്ടില്ല എന്ന് മെഡിക്കൽ സയൻസ് വെച്ച് നമുക്ക് കാണാൻ കഴിയും, പഠിക്കാനും കഴിയും, പറയാനും കഴിയും. അപ്പൊ അങ്ങനെ ചില തലതിരിഞ്ഞ യുക്തികളൊക്കെ ഇസ്ലാമിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവും ചെയ്യും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാരിൽ ഒരല്പം മതപരമായിട്ട് പഠിക്കുക, അതിനുശേഷം തല തിരിഞ്ഞു പോവുകയും ചെയ്താൽ അത് വലിയ ആപത്താണ് സമുദായത്തിന് വരുത്തുക. സാധാരണക്കാരനായ ഒരാൾക്ക് എന്തെങ്കിലും മാനസിക വൈകല്യം ഉണ്ടായാൽ അത് ജനങ്ങളെ ബാധിക്കില്ല. ഒരല്പം മതപരമായി പഠിക്കുകയും അതിനുശേഷം ബുദ്ധിക്ക് വല്ല തകരാറും സംഭവിക്കുകയും ചെയ്താൽ ആ മനുഷ്യൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സമുദായത്തിനും സമൂഹത്തിനും ഉണ്ടാക്കും. അതിൽ വലിയ ഉപദ്രവം വരുത്തുന്നതും ഉണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് മോശമാണ്. ഒരാൾക്ക് കുറച്ച് മതപരമായിട്ട് പഠിച്ച ആളാണ്, അയാൾക്ക് മാനസിക വൈകല്യം ഉണ്ടായി. അങ്ങനെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, ഒരു വലിയ ഏക്കർ കണക്കിനുള്ളൊരു തെങ്ങുംതോട്ടമുണ്ട്. ആ തെങ്ങുംതോട്ടത്തിലൊക്കെ കയറി സുഖമില്ല, തലക്ക് സുഖമില്ല വേണ്ടത്ര. തെങ്ങുംതോട്ടത്തിൽ കയറിയിട്ട് ആരാൻ്റെ തേങ്ങ ഇട്ടു. ഒരു മാലപറമ്പ് പറഞ്ഞ ഒരു പറമ്പിലാണ് തേങ്ങ ഇട്ടു. തേങ്ങ ഇട്ടുകൊണ്ട് ഇയാൾ താഴെ ഇറങ്ങിയപ്പോഴേക്കും അതിൻ്റെ കാര്യസ്ഥന്മാരത് കണ്ടുകൊണ്ട് വന്നു, ഇയാളെ കയ്യോടെ പിടികൂടി. അപ്പോൾ അയാൾക്ക് ആയത്തെ ഒതുക്കി കൊടുത്തു. ഓ തുഹൈബൂൻ അൽ മാല ഹുബ്ബൻ ജമ്മ, മാലറമ്പിന്റെ സ്വന്തം ജമ്മാന്ന് എന്നതുപോലെ ഈ കുറച്ച് വിവരമുള്ളവർക്ക് തല തിരിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ഉപദ്രവമില്ലാത്തതാണ്. അതേ സ്ഥാനത്ത് കുറച്ചും കൂടെ ആയത്തോ ഹദീസൊക്കെ ഓതിയാണ്ട് അവതരിപ്പിക്കുന്ന ആൾക്കാരും വരും. അപ്പോൾ അതിലേറെ ബുദ്ധിമുട്ടായി മാറും. പിന്നെ അതിന് മറുപടി പറയാൻ നടക്കേണ്ടി വരും പലരും. അപ്പൊ ഇങ്ങനത്തെ യുക്തി അല്ല ഞാൻ പറയുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈത്തപ്പഴം സുന്നത്താക്കി നമുക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു മെഡിക്കൽ സയൻസ് തന്നെയുണ്ട്.
വിശാലമായ മെഡിക്കൽ സയൻസ്. ആ തേങ്ങാപ്പൂൾ കൊണ്ട് അത് കിട്ടൂല. പിന്നെ തേങ്ങാപ്പൂളും ഈത്തപ്പഴം കൂടെ ചേർന്നാൽ അത് വളരെ സ്വാദിഷ്ടമായ ഒരു വസ്തുവാണ്. അത് നമുക്കറിയാം. മാപ്പിളപ്പാട്ടിൽ ഈത്തപ്പഴം ഒരുപാട് വിഷയമായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. മാപ്പിളപ്പാട്ടിൻ്റെ ഈ വിഷയത്തിൽ ഈത്തപ്പഴത്തെ സ്പർശിച്ചുകൊണ്ട് പല ഗാനങ്ങളുണ്ട്. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി. ഈത്തപ്പഴത്തെ നമ്മൾ വർണ്ണിച്ചിട്ടുണ്ട്. കാഫ് മല കണ്ട പൂങ്കാറ്റേ, കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാട്ടിൻ്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടെ. കാരക്കയുടെ കുറിച്ച് കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പാട്ടുകൾ നമ്മൾ പാടിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ സദ്യകളിലും കാരക്ക നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് കാരക്ക കുറച്ച് കുറഞ്ഞത്. ഈത്തപ്പഴം ഒരു കാര്യം ഞാൻ പറയാം, കാരക്കയും ഈത്തപ്പഴം രണ്ടും പേരുകൊണ്ട് രണ്ടാണെങ്കിലും ഒന്നാണ്. നമ്മളിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ കാരക്ക എന്ന് പറഞ്ഞാൽ അത് ഉണങ്ങി കാണുന്ന പഴമാണ്, അതിനാണ് കാരക്ക എന്ന് പറയുക. പിന്നെ കൂടുതൽ പാകമായിട്ടുള്ള പഴത്തിന് ഈത്തപ്പഴം എന്നാ പറയുക. നമ്മളുടെ ശൈലിയാണത്, കേരളത്തിൻ്റെ മാത്രം ശൈലിയാണ്. അല്ലാതെ അറബ് നാടുകൾ തമ്ര് എന്ന് പറഞ്ഞ ഒറ്റ പദത്തിൽ എല്ലാം അടങ്ങും. ഇംഗ്ലീഷിൽ ഡേറ്റ് എന്ന് പറഞ്ഞു, ഉറുദുവിൽ കജൂർ എന്ന് പറഞ്ഞാൽ ഒറ്റ സാധനമാണ്. പക്ഷെ അതിൽ ഇനങ്ങളുണ്ട്. ഉണങ്ങിക്കാണുന്ന പഴമാകാത്ത ഇനങ്ങളുണ്ട്, പിന്നെ പഴുത്ത് പഴമാകുന്ന മാംസളമായ പഴമാകുന്ന ഇനങ്ങളുണ്ട്. ഇതൊക്കെ തമ്ര് എന്ന് പറഞ്ഞാൽ ഒരു പരിധിയിൽ വരുന്നതാണ്. നമ്മുടെ കാഴ്ചപ്പാടിലുള്ള അവിടെ ചെറിയൊരു വൈകല്യം നമ്മുടെ കാഴ്ചപ്പാടിനുണ്ട്. കാരക്ക ഈത്തപ്പഴം നമ്മൾ രണ്ടാക്കി പറയുന്നത്. അത് ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മളത് ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് നായ പട്ടി എന്ന് പറയും. നായ എന്ന് പറഞ്ഞാൽ പട്ടി തന്നെയാണ്, പട്ടി എന്ന് പറഞ്ഞാൽ നായ തന്നെയാണ്. പക്ഷെ നമ്മൾ ആണിന് നായ എന്ന് പറയും, അത് പെണ്ണാണെങ്കിൽ പട്ടി എന്ന് പറയും. ചില ഭാഗങ്ങളിൽ, എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ പറയില്ല, ചില ഭാഗങ്ങളിൽ ആണ് നായ, അതിൻ്റെ പെണ്ണ് പട്ടി. പക്ഷെ സത്യത്തിൽ മലയാളത്തിൽ പട്ടി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പെടും, നായ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പെടും. അത് ആൺനായ പെൺനായ, അല്ലെങ്കിൽ ആൺപട്ടി പെൺപട്ടി, ഇങ്ങനെ വരുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മുടെ ഭാഷാപരമായ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടുണ്ടാകുന്നതാണ് കാരക്കയും ഈത്തപ്പഴവും രണ്ടായി വരുന്നത്. ഭാഷാപരമായിട്ട് രണ്ടായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഈത്തപ്പഴം നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്നാൽ ഈത്തപ്പഴത്തിൽ ഒരുപാട് ഇനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, 450ഓളം ഇനങ്ങളുണ്ട്. 450ഓളം ഇനം ഈത്തപ്പഴങ്ങളുണ്ട്. കുറച്ചൊക്കെ അവിടെ എക്സിബിഷനിൽ വെച്ചിട്ടുണ്ട്, മുഴുവനായിട്ടും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാലും പിന്നെ പല നാടുകളിൽ മാത്രമുള്ള ഇനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഇവിടെ ഒന്നും അതില്ല. ചെറുവാഴ, ചെറിയ വാഴ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ആകെ ഒരൊറ്റ പഴയുള്ളൂ. മൗസ് എന്ന് പറഞ്ഞാൽ അവരെ ഐറ്റേ ഉള്ളൂ, ബനാന. വേറെ ഐറ്റംസ് ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ചെറുപഴങ്ങൾ കുറേ ഉണ്ട്. കുന്നൻ, കറക്കുന്നൻ, പൂവമ്പഴം, പിന്നെ കദളിപ്പഴം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇനങ്ങൾ അതിലുണ്ട്. അതുപോലെ മാങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതെല്ലാം തരം മാങ്ങകളുണ്ട് നമ്മുടെ നാട്ടുമ്പുറത്ത്. ഇപ്പോൾ ഒന്നും കാണാൻ കിട്ടൂല, കാരണം മാവുകളൊക്കെ വെട്ടിപ്പോയി. ഇപ്പം നാട്ടിൽ മാങ്ങയില്ല. ഇപ്പം ആകെ 2 തരം മാങ്ങ ആൾക്കാർക്ക് അറിയുള്ളൂ. ഒന്ന് തോല് കഴിക്കുന്ന നീലം മാങ്ങയും, പിന്നെ ഞെട്ടി നീട്ടിട്ടുള്ള സേലം മാങ്ങയും. 2 തരം മാങ്ങയേ ഉള്ളൂ ഇപ്പോൾ ഒന്ന് നാട്ടിൽ. കാരണം എന്താണ്, അതേ മാർക്കറ്റിലുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ മാങ്ങയില്ല. നമ്മുടെ നാട്ടിലെ മാവൊക്കെ വെട്ടിപ്പോയി, ഒക്കെ ഉരുപ്പടികളായി മാറി വിറ്റുപോയി. ഇപ്പം ഇന്ന് ഏറ്റവും വലിയ വലിയ മരങ്ങൾ നാട്ടിൽ നിൽക്കുന്ന ഏതാണെന്ന് വെച്ചാൽ ടവറാണ്. അത്ര വലിയ മരം ഇപ്പോൾ വേറൊന്നുമില്ല. മുമ്പ് വലിയ വലിയ മരങ്ങളുണ്ടായത് മാവായിരുന്നു. അതൊക്കെ വെട്ടിപ്പോയിട്ട് അതിൻ്റെ സ്ഥാനത്തൊക്കെ വലിയ ടവറുകൾ നിൽക്കുകയാണ് മൊബൈലിൻ്റെ. ഇനി ടവർ കായ്ച്ചിട്ട് വേണം നമുക്ക് വല്ലതും കിട്ടാൻ. ആ അവസ്ഥയിലേക്ക് നാട് മാറി. വലിയ മരങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ട് അവിടെ ടവർ വിറ്റ് ചെയ്യാണ്. എന്നാൽ ടവറിന് കൊടുത്താൽ നല്ല സംഖ്യ കിട്ടും, മാസത്തിന് റെന്റ് കിട്ടും. അപ്പം മരം അവിടെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇത് വിറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത്. പക്ഷെ പഴയ കാലത്ത് പലതരം മാവ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു, പലതരം മാങ്ങകൾ. എന്നതുപോലെ ഈത്തപ്പഴത്തിൽ ഒരുപാട് ഇനങ്ങളുണ്ട്. അപ്പം ഏത് ഇനത്തിനും നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങളുണ്ട്. ചിലതിന് കുറച്ച് ഗുണം കൂടും, ചിലതിന് അത്ര തന്നെ ഇല്ലാതെ വരും എന്ന ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈത്തപ്പഴത്തിൽ ഈ ഉജുവ എന്ന് പറയുന്ന ഈത്തപ്പഴം, അതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, നിത്യം
രാവിലെ 7 ഈത്തപ്പഴം ഉജുവ കഴിക്കുകയാണെങ്കിൽ അവന് സുമ്മും സിഹറും ഒന്നും ഫലിക്കൂല എന്നാണ്. വിഷവും സിഹർ മാരണവും ഒന്നും ഫലിക്കില്ല. അത് ഈ ഉജുവ എന്ന ഈത്തപ്പഴത്തിൽ മാത്രമേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് ഈത്തപ്പഴത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഉജുവ മിനൽ ജന്ന വഫീഹാ ശിഫാഉ മിനസ്സും വൽ കമ മിനൽ മൻ വമാഉഹാ ശിഫാഉൽ ഐൻ. ഉജുവ എന്ന ഈത്തപ്പഴം സ്വർഗത്തിൽ നിന്നുള്ളതാണ്. അതിൽ ജനങ്ങൾക്ക് വിഷത്തിൽ നിന്നുള്ള മാരണത്തിൽ നിന്നുള്ള വിഷത്തിൽ നിന്നുള്ള ശിഫയുണ്ട്. അതുപോലെ മഞ്ഞ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, മഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇവിടെ മരുഭൂമിയിലൊക്കെ കിട്ടുന്ന ഒരു തരം കൂണാണ്. ഇവിടെ ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുമ്പ് മലയാള ന്യൂസിലൊക്കെ പത്രത്തിൽ കണ്ടിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഒരു ചില സീസണിൽ ഉണ്ടാകുന്ന ഒരു സൈസ് സ്പോഞ്ച്